ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു സ്നാക്കിൻ്റേതാണ്. സ്നാക്കോ അല്ലെങ്കിൽ നമുക്ക് ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ് ഒരു പിടിക്കൊഴുക്കട്ട. അത് നമ്മൾ ഉണ്ടാക്കുന്ന അവൽ വെച്ചിട്ടാണ്. വളരെ ടേസ്റ്റി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കൊഴുക്കട്ടയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലിൽ കുറേയധികം അവലിൻ്റെ റെസിപ്പികൾ ഇട്ടിട്ടുണ്ട്, എല്ലാം നല്ല റെസിപ്പികളാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ, കാണാത്തവരാണെങ്കിൽ കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അവൽ കൊഴുക്കട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. അവൽ കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് 250 ml കപ്പിന് 2 കപ്പ് വെളുത്ത അവലാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് തിക്കായിട്ടുള്ള അവലാണ്. കുറച്ച് തിക്കായിട്ടുള്ള അവൽ വെച്ച് കൊഴുക്കട്ട ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. കനം കുറഞ്ഞ അവലാണെങ്കിൽ നമ്മൾ കഴുകിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കുതിർന്നു പോകും. അപ്പം കൊഴുക്കട്ട അത്ര ടേസ്റ്റ് കാണില്ല. വെളുത്ത അവലിന് പകരമായിട്ട് ചുവന്ന അവൽ വേണമെങ്കിൽ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. അവൽ ഒരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് കഴുകി എടുക്കണം. അവൽ കഴുകി വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. കൊഴുക്കട്ടക്ക് നല്ലൊരു ടേസ്റ്റും നല്ല ഹെൽത്തി ആകാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് കുറച്ച് മോര് ചേർത്ത് കൊടുക്കണം. അധികം പുളിയില്ലാത്ത മോര് വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട്. ഞാൻ 1.5 കപ്പ് മോരാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. മോര് ഒഴിച്ച് വെച്ച് സ്പൂൺ കൊണ്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തെടുത്ത അവൽ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി ഒരു 15 മിനിറ്റ് മൂടി മാറ്റി വെക്കണം. അവലിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വഴറ്റി ചേർക്കണം. അതിനായിട്ടൊരു പാൻ ചൂടാക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നെയ്യോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്തൊന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കണം. പരിപ്പെല്ലാം ഒരു ചെറിയ ബ്രൗൺ കളറായി വരണം. പരിപ്പ് ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കണം. പരിപ്പെല്ലാം ഒരു ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഉണക്കമുളക് 2ആയിട്ട് കട്ട് ചെയ്തതും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും 4 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും. പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ 1 പച്ചമുളകൊക്കെ ചേർത്താൽ മതിയാകും. കൂടെ 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇവ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. സവാളയിലൊന്ന് സോഫ്റ്റായിട്ട് വരുന്നവരൊന്ന് വഴറ്റി കൊടുക്കണം. സവാള ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്ത് വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കണം. സവാള ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. ഒന്ന് സോഫ്റ്റായി ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യണം. സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. അവൽ കുതിർത്ത് വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. അവൽ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. സ്പൂൺ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അവൽ ഓരോന്നായിട്ട് വിട്ട് വന്ന പാകത്തിൽ വേണം ഇരിക്കാനായിട്ട്. കൂടുതൽ അങ്ങോട്ട് കുതിർന്നും പോകരുത്. സ്പൂൺ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങാ ചിരവിയത് ചേർത്ത് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. വഴറ്റി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് തണുത്ത് വന്നിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ സാധാരണ പുട്ടിൻ്റെ പൊടിയെല്ലാം നനച്ചെടുക്കുന്നത് പോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. കൂടുതൽ അങ്ങോട്ട് അമർത്തി കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. മിക്സ് ചെയ്തെടുക്കുന്ന സമയത്തൊന്ന് ടേസ്റ്റ് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. അവൽ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ അവൽ മിക്സ് കയ്യിലെടുത്ത് പിടിക്കൊഴുക്കട്ടയുടെ ഷേപ്പിലൊന്നും ഉണ്ടാക്കിയെടുക്കണം. എല്ലാ അവൽ വെച്ചും ഇതുപോലെ തന്നെ കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാം. കൊഴുക്കട്ട എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് ഒരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. സ്റ്റീമറിൻ്റെ പുറത്ത് ഞാനൊരു തുണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കൊഴുക്കട്ട ഓരോന്നായിട്ട് പെറുക്കി വെച്ച് കൊടുക്കാം. കൊഴുക്കട്ട എല്ലാം സ്റ്റീമറിൽ വെച്ചതിന് ശേഷം
സ്റ്റീമർ മൂടി ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യണം. കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, 5 മിനിറ്റ് മതിയാവും. 5 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീമർ തുറന്ന് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോഴിക്കോട്ട റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് തണുത്തതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റിയാൽ മതി. നല്ല ചൂടോടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് സോഫ്റ്റ് ആയത് കാരണം പെട്ടെന്ന് പൊട്ടിപ്പോവും. ഈ കോഴിക്കോട്ട നമുക്ക് ചട്നിയോ ചമ്മന്തിയോ ഒക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ്. ഇത് തന്നെ കഴിക്കാനാണെങ്കിൽ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്